മലയാള സിനിമയിലെ താരസംഘടനയായ അമ്മയില് അസാധാരണ പ്രതിസന്ധിയും കൂട്ടരാജിയും. വാർഷിക റിപ്പോർട്ടിലെ വരവ് ചെലവ് കണക്കുകളെ ചൊല്ലി ജനറൽ ബോഡി യോഗത്തിലുണ്ടായ വനതർക്കങ്ങൾക്കൊടുവില് നിലവിലെ ഭരണസമിതി ഒന്നാകെ രാജിവെച്ചു. അധികാരത്തിലേറി ഒരു വർഷം തികയുന്നതിന് മുമ്പാണ് സംഘടനയെ പിടിച്ചുകുലുക്കി ഭരണസമിതിയുടെ ഈ നാടകീയ പടിയിറക്കം. 2025 ഓഗസ്റ്റ് 15 ആയിരുന്നു വനിതകളുടെ നേതൃത്വത്തില് പുതിയ ഭരണസമിതി എത്തിയത്. ഇന്ന് രാവിലെ ആരംഭിച്ച ജനറൽ ബോഡി യോഗത്തില് വാർഷിക റിപ്പോർട്ടും കണക്കുകളും അവതരിപ്പിച്ചതിന് പിന്നാലെയാണ് അപ്രതീക്ഷിത സംഭവവികാസങ്ങൾ അരങ്ങേറിയത്. ജനറൽ ബോഡി യോഗം തുടങ്ങി രാവിലെ മുതൽ ഉച്ചവരെ വാർഷിക റിപ്പോർട്ടും വരവ് ചെലവ് കണക്കുകളും പാസാക്കുന്നതിനെ ചൊല്ലി വന് തർക്കവും നാടകീയ രംഗങ്ങളുമാണ് ഉടലെടുത്തത്. ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരന് അവതരിപ്പിച്ച വാർഷിക റിപ്പോർട്ടിലെ വരവ് ചെലവ് കണക്കുകളില് വ്യക്തതയില്ലെന്ന് ആരോപിച്ചാണ് യോഗത്തില് ഭിന്നത ഉണ്ടായത്. സിദ്ദിഖ്, ബാബുരാജ്, ഇടവേള ബാബു എന്നിവരടങ്ങുന്ന സംഘം വാർഷിക റിപ്പോർട്ടിലെ സാമ്പത്തിക കണക്കുകളില് വലിയ അപാകതകളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി രംഗത്തെത്തി. കൃത്യതയില്ലാത്ത റിപ്പോർട്ട് അംഗീകരിക്കാന് കഴിയില്ലെന്ന് കർശന നിലപാടെടുത്തു. പിഴവുകളുള്ള റിപ്പോർട്ട് പാസാക്കാന് കഴിയില്ലെന്ന് രഞ്ജി പണിക്കരും വ്യക്തമാക്കിയതോടെ യോഗം കൂടുതൽ കലുഷിതമായി. കണക്കുകളിലെ തർക്കം രൂക്ഷമായതോടെ വിഷയം പഠിക്കാന് 45 ദിവസത്തെ സമയം വേണമെന്ന് പ്രസിഡന്റ് ശ്വേത മേനോൻ ആവശ്യപ്പെട്ടു. എന്നാൽ മറുഭാഗം വഴങ്ങാതിരുന്നതോടെ ശ്വേത സ്റ്റേജില് കയറി വൈകാരികമായി രാജി പ്രഖ്യാപിക്കുകയായിരുന്നു. തനിക്ക് യാതൊരുവിധ രാഷ്ട്രീയവുമില്ലെന്നും എന്നാൽ തന്നെ ബോധപൂർവം ബിജെപിക്കാരിയാക്കാന് ചിലരെ ശ്രമിക്കുന്നുണ്ടെന്നും കടുത്ത അമർഷത്തോടെ ശ്വേത യോഗത്തില് വെളിപ്പെടുത്തി.